Hello everyone, welcome to Brilliant EduTech, the best solution ever. ഹെൽത്ത് സർവീസസ് നടത്തിയ കേരള PSC എക്സാമായ ട്രീറ്റ്മെന്റ് ഓർഗനൈസർ ഗ്രേഡ് 2ന്റെ റിസൾട്ട്സ് വന്നുകൊണ്ടിരിക്കുകയാണ്. ജില്ലാ അടിസ്ഥാനത്തിൽ നടന്നൊരു എക്സാമാണ്. ഇതുവരെ 5 ജില്ലയുടെ റിസൾട്ടാണ് വന്നിട്ടുള്ളത്. 5 ജില്ലയിൽ നമുക്ക് ഫസ്റ്റ് റാങ്ക് ഹോൾഡേഴ്സ് ഉണ്ട്. അത് ഒരുപാടധികം വലിയ സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങളുടെ അടുത്തും കൂടെ ഷെയർ ചെയ്യണമെന്ന് തോന്നി. പലരും വിളിച്ച് സംസാരിക്കുമ്പോൾ ഒരുപാടധികം സന്തോഷമാണ്. അവരുടെ സന്തോഷം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിന് വല്ലാത്തൊരു സന്തോഷമാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ഫസ്റ്റ് റാങ്ക് ഹോൾഡേഴ്സിനെ പ്രത്യേകമായിട്ട് മെൻഷൻ ചെയ്ത് പറയണമെന്ന് തോന്നി. അപ്പോൾ സാലി KM തൃശ്ശൂർ ഡിസ്ട്രിക്റ്റില്, ആർദ്ര എറണാകുളം ഡിസ്ട്രിക്റ്റില്, അതുപോലെ കണ്ണൂരിലും ആലപ്പുഴയിലും നമുക്ക് സൗമ്യ ജയാണുള്ളത്. 2 ജില്ലയിലും ഫസ്റ്റ് റാങ്ക് നേടിയിട്ടുള്ള വ്യക്തിയാണ് സൗമ്യ. അതുപോലെ വയനാട് ജില്ലയിൽ നോക്കുകയാണെങ്കിൽ അജീഷ് KS. അപ്പോൾ എല്ലാ ഫസ്റ്റ് റാങ്ക് ഹോൾഡേഴ്സ് മാത്രമല്ല, നമുക്ക് ഇനിയും കുറേ റാങ്ക് ഹോൾഡേഴ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാടധികം സന്തോഷമുണ്ട്. നിങ്ങൾ പേഴ്സണലി വിളിച്ച് സംസാരിക്കുമ്പോഴാണെങ്കിലും നിങ്ങളുടെ അച്ചീവ്മെന്റ്സ് കാണുമ്പോഴാണെങ്കിലും ഒരുപാടധികം സന്തോഷമുണ്ട്. അപ്പോൾ ട്രീറ്റ്മെന്റ് ഓർഗനൈസറിന്റെ മറ്റ് റാങ്ക് ഹോൾഡേഴ്സ് ആണ്. സെക്കൻഡ് റാങ്ക് ഹോൾഡേഴ്സ് ഉണ്ട് നമുക്ക്. അതുപോലെ 4th, 3rd, 6th, 5th ഇങ്ങനെ പല റാങ്കിൽ നമുക്ക് ഫസ്റ്റ് 10ൽ തന്നെ അത്യാവശ്യം നിറയെ റാങ്ക് ഹോൾഡേഴ്സ് ഉണ്ട്. ട്രീറ്റ്മെന്റ് ഓർഗനൈസർ ഗ്രേഡ് 2 എക്സാമിൽ ഒരുപാടധികം സന്തോഷമുണ്ട് കേട്ടോ നിങ്ങളുടെ അച്ചീവ്മെന്റ്സിൽ. ട്രീറ്റ്മെന്റ് ഓർഗനൈസർ ഗ്രേഡ് 2 എക്സാമിന്റെ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിന്റെയും എറണാകുളം ഡിസ്ട്രിക്റ്റിന്റെയും റിസൾട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഒപ്പം തന്നെ മറ്റൊരു സന്തോഷം എന്ന് പറയുന്നത് ഇൻസ്പെക്ടർ ഓഫ് ലീഗൽ മെട്രോളജിയുടെ റാങ്ക് ലിസ്റ്റ് വന്നതാണ്. അപ്പോൾ ഈ അടുത്താണ് വന്നത് റാങ്ക് ലിസ്റ്റ്. അതിനകത്ത് നമുക്ക് 3rd റാങ്ക് ഹോൾഡർ ഉണ്ട് അപർണ KM, അതുപോലെ ഇസ്മായിൽ TA, ശ്രീദേവി LK, മുസീന. എല്ലാവർക്കും കൺഗ്രാജുലേഷൻ. വളരെ ചെറിയൊരു ഗ്രൂപ്പായിട്ടാണ് നമ്മൾ ലീഗൽ മെട്രോളജിയുടെ ആ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിനകത്തുനിന്നും ഇത്രയും നല്ല വിജയം ഉണ്ടായി എന്ന് പറയുന്നതിൽ ഒരുപാടധികം സന്തോഷമുണ്ട്. നിങ്ങൾ വിളിച്ച് സംസാരിക്കുമ്പോഴാണെങ്കിലും അത്രയധികം സന്തോഷം എനിക്കുണ്ട്. അതിലും എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ് ആശംസിക്കുന്നു കേട്ടോ. അതുപോലെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് നടത്തിയ അസിസ്റ്റന്റ് സയന്റിസ്റ്റിലും നമുക്ക് റാങ്ക് ഹോൾഡേഴ്സ് ഉണ്ട്. 5th റാങ്കിൽ പൂർണിമ ഗോപി, 18th റാങ്കിൽ ഷജിനി, 29th റാങ്കിൽ ധന്യ. അതുപോലെ ലബോറട്ടറി ടെക്നീഷ്യൻ ഗ്രേഡ് 2 ഇതേപോലെ കഴിഞ്ഞ വർഷം നടന്ന എക്സാം ആണ്. അതിൽ ഫസ്റ്റ് സെക്കൻഡ് റാങ്കുകളിലായിട്ട് നമുക്ക് ആദ്രയും അൽഫിയും ഉണ്ട്. എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ് ആശംസിക്കുന്നു. ഇനിയും വലിയ വിജയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. കേരള വാട്ടർ അതോറിറ്റി നിന്ന് കേരള PSC എക്സാമായ മൈക്രോബയോളജിസ്റ്റ് എക്സാമിനും അതുപോലെ സാനിറ്ററി കെമിസ്ട്രിനും ഒരുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് കമ്പോസ്റ്റിംഗ് എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കൂടുതലുള്ള ബെൽ ബട്ടൺ അമർത്തുക. അതിലെ ഓൾ എന്നുള്ള ഓപ്ഷനും എനേബിൾ ചെയ്തിടുക. അപ്പോഴാണ് അടുത്തൊരു ക്ലാസ് നമ്മൾ പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് നമ്മുടെ ലിങ്ക്. അപ്പോൾ അതിൽ കയറി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി നമ്മുടെ പ്ലേലിസ്റ്റ് വിസിറ്റ് ചെയ്യാത്തവർക്ക് പ്ലേലിസ്റ്റ് വിസിറ്റ് ചെയ്യാം. മൈക്രോബയോളജിസ്റ്റിനായാലും സാനിറ്ററി കെമിസ്റ്റിനായാലും നമ്മൾ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ക്ലാസ്സുകളും അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ സെക്ഷൻസ് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്ലേലിസ്റ്റ് വിസിറ്റ് ചെയ്താൽ മതി. ക്ലാസ്സുകൾ കാണാനായിട്ട് സാധിക്കും. എന്താണ് കമ്പോസ്റ്റിംഗ്? ബയോളജിക്കലായിട്ട് നമ്മുടെ ഓർഗാനിക് മെറ്റീരിയലിനെ ഡീകമ്പോസ് ചെയ്യുന്നതിനെയാണ് കമ്പോസ്റ്റിംഗ് എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. അപ്പോൾ നമ്മുടെ കമ്പോസ്റ്റ് എന്ന് പറയുന്നത് ഓർഗാനിക് മാറ്റർ ആണ്. അതിനെ ഡീകമ്പോസ് ചെയ്യുന്നുണ്ട്, റീസൈക്കിൾ ചെയ്യുന്നുണ്ട് ഫെർട്ടിലൈസറായിട്ട്. അതുപോലെ സോയിലിൻ്റെ കമ്പോസിഷൻ ഇമ്പ്രൂവ്മെൻറ്റ് വരുത്താൻ, ന്യൂട്രീഷൻ എൻഹാൻസ് ചെയ്യാനൊക്കെ കമ്പോസ്റ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് കമ്പോസ്റ്റിംഗ്. ആദ്യമായിട്ട് പറയാനുള്ളത് C/N റേഷ്യോനെ കുറിച്ചാണ്. അതായത് കാർബണിൻ്റെയും നൈട്രജൻ്റെയും റേഷ്യോ. എന്താണ് ഈ C/N റേഷ്യോ ഇത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത്? നമുക്ക് പൊതുവേ വേണ്ട ഒരു റേഷ്യോ എന്ന് പറയുന്നത് 20:1 ആണ്. അതാണ് ഡിസൈറബിൾ ആയിട്ടുള്ള റേഷ്യോ. അപ്പോൾ ഇൻ കേസ് നമ്മുടെ കാർബൺ കണ്ടൻറ്റ് കൂടുതലാണെങ്കിൽ, നൈട്രജൻ കുറവാണെങ്കിൽ നൈട്രജൻ പതുക്കങ്ങ് തീരും, കാർബൺ മാത്രമായിരിക്കും ലെഫ്റ്റ് ഓവർ ആയിട്ട് ബാലൻസ് ആയിട്ട് നമുക്ക് ഉണ്ടാവാം. അപ്പോൾ അവിടെ നമുക്ക് ബയോഗ്യാസസ് പോലെയുള്ള സംഭവങ്ങൾ നടക്കാനും പ്രൊഡ്യൂസ് ചെയ്യാനും അതുപോലെ കമ്പോസ്റ്റിംഗ് നടക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി ഈ റേഷ്യോയിൽ തിരിച്ച് ഇപ്പോൾ നൈട്രജൻ്റെ കണ്ടൻ്റ് ആണ് കൂടുതൽ എന്നുണ്ടെങ്കിൽ അത് ഹൈഡ്രജനുമായിട്ട് പോയി കമ്പൈൻ ചെയ്ത് അമോണിയയുടെ ഫോർമേഷൻ ഉണ്ടാക്കുന്നുണ്ട്. ഈ പറയുന്ന അമോണിയ ഫോർമേഷൻ അത്ര നല്ലതല്ല, അവിടെയുള്ള ബാക്ടീരിയയുടെ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഒരു റേഷ്യോ കീപ്പ് ചെയ്യുന്നുണ്ട്. 20:1 ആണ് നമ്മൾ കീപ്പ് ചെയ്യുന്ന റേഷ്യോ. എത്രയാണ്? 20:1 ആണ് C/N റേഷ്യോ നമ്മൾ കീപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് ഓർത്തു വയ്ക്കുക. ഇനി ടെമ്പറേച്ചറും എഫക്റ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. കമ്പോസ്റ്റ് ചെയ്യുമ്പോഴത്തെ ടെമ്പറേച്ചർ ടു ഹൈയോ ടു ലോവോ ആവാതെ ഒരു മോഡറേറ്റ് ലെവലിലാണ് കീപ്പ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ടെമ്പറേച്ചർ റേഞ്ചിലാണ് മീസോഫിലിക് ആയിട്ടുള്ള ബാക്ടീരിയാസിനൊക്കെ കൺവീനിയൻ്റ് ആയിരിക്കുക. അപ്പോൾ ആ ഒരു കാരണമുള്ളതുകൊണ്ട് ടെമ്പറേച്ചർ റേഞ്ച് മോഡറേറ്റ് ആയിട്ടാണ് കീപ്പ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ pH നോക്കുകയാണെങ്കിൽ 6 to 7.5 എന്നുള്ള രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ന്യൂട്രിയൻസ് പ്രോപ്പറായിട്ട് കൊടുത്തിരിക്കണം, മോയ്സ്ചർ കണ്ടൻറ്റ് ഉണ്ടായിരിക്കണം.
പിന്നെ പാർട്ടിക്കിൾ സൈസ് കൂടുതലാണെങ്കിൽ എന്ത് സംഭവിക്കും? കമ്പോസ്റ്റിങ്ങിന് അതിൻ്റെതായ ടൈം എടുക്കും അല്ലേ? അതുപോലെ ബൾക്കിംഗ് ഏജൻസ്, നമ്മൾ കമ്പോസ്റ്റ് ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് ബൾക്കിംഗ് ഏജൻസ് ആഡ് ചെയ്ത് കൊടുക്കും. അതും എന്തിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്? കമ്പോസ്റ്റിങ്ങിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. കമ്പോസ്റ്റിങ്ങിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ നമ്മളിവിടെ മൈക്രോ ഓർഗാനിസത്തിനെയാണ് എംപ്ലോയ് ചെയ്യുന്നത്. പലവിധ എൻസൈംസ് ഇവിടെ ആക്ട് ചെയ്യുന്നുണ്ട്. അതിന് എൻസൈംസിൻ്റെ ഒക്കെ ആക്ഷൻസ് വഴിയായി അവരുടെ മെറ്റബോളിക് പ്രോസസ്സിനൊക്കെ ഈ പറയുന്ന കമ്പോസ്റ്റിംഗ് മെറ്റീരിയൽസ് ഒക്കെ യൂസ് ചെയ്യുന്നത് വഴിയായിട്ട് CO2, H2O, ഹീറ്റ് ഇതൊക്കെ ജനറേറ്റഡ് ആവുന്നുണ്ട്. ഇവിടെ മോയ്സ്ചർ, ടെമ്പറേച്ചർ, C:N റേഷ്യോ, pH ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സാണ്. എന്തിനാണ് കമ്പോസ്റ്റിംഗ് ചെയ്യുന്നത്? ക്വാളിറ്റി ഓഫ് സോയിൽ ഇംപ്രൂവ് ചെയ്യാനായിട്ട് കമ്പോസ്റ്റിംഗ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ സോയിലിൻ്റെ കണ്ടീഷണർ എന്നിങ്ങനെ നമുക്ക് കമ്പോസ്റ്റിങ്ങിന് പറയാവുന്നതാണ്. അതുപോലെ ബേസിക് ആയിട്ടുള്ള ന്യൂട്രിയൻസ്, നമ്മുടെ പ്ലാന്റിൻ്റെ ഗ്രോത്തിന് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് എത്തിക്കാനായിട്ട് കമ്പോസ്റ്റിങ്ങിന് സാധിക്കുന്നുണ്ട്. നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ്യം, അതുപോലെ ചില മൈക്രോ ന്യൂട്രിയൻസ് ഉണ്ടല്ലേ, മാഗ്നീസ്, അതുപോലെ കോപ്പർ, അയേൺ, സിങ്ക് ഇതൊക്കെ നമുക്ക് കമ്പോസ്റ്റിനകത്ത് കാണാം. അപ്പോൾ അതെന്ത് ചെയ്യുന്നുണ്ട്? ഡിസീസിനെയും ഇൻസെക്റ്റിനെയും ഒക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സ്ട്രക്ചർ ഇംപ്രൂവ് ചെയ്യുന്നുണ്ട് നമ്മുടെ സോയിലിൻ്റെ. അതുപോലെ ടെക്സ്ചർ ഇംപ്രൂവ് ചെയ്യാനും കമ്പോസ്റ്റ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ കമ്പോസ്റ്റിങ്ങിനകത്ത് നമുക്ക് 2 ടൈപ്പ് മൈക്രോബ്സ് ആണ് വരുന്നത്, എയറോബ്സും അനേറോബ്സും. എയറോബ് എന്ന് പറയുമ്പോൾ പ്രസൻസ് ഓഫ് ഓക്സിജൻ്റെ ആ ഒരു കണ്ടീഷനിൽ മാത്രമാണ് അവർ ഡീകമ്പോസ് ചെയ്യുന്നത്. എനേറോബ് എന്ന് പറയുമ്പോൾ അവർ ഡീകമ്പോസ് ചെയ്യുന്നത് ഓർഗാനിക് മാറ്ററിനെ ഡീകമ്പോസ് ചെയ്യാൻ ഓക്സിജൻ്റെ ആവശ്യമില്ലാത്തവരാണ്. ഇനി എന്തൊക്കെ മൈക്രോ ഓർഗാനിസംസ് ആണ് കമ്പോസ്റ്റിങ്ങിനകത്ത് ഇൻവോൾവ് ആവുന്നതെന്ന് നോക്കാം. നമ്മുടെ ബാക്ടീരിയ, നമുക്കറിയാം സ്മോളസ്റ്റ് ലിവിങ് ഓർഗാനിസംസ് ആണ് ഇവർ. അപ്പോൾ ഇവർ മോസ്റ്റ് ന്യൂമറസ് ആയിട്ട് നമ്മുടെ കമ്പോസ്റ്റിനകത്ത് കാണാം. 80 to 90% ഓഫ് മൈക്രോ ഓർഗാനിസംസും നമ്മുടെ ഈ ഒരു ബാക്ടീരിയ ഉള്ളതായിട്ട് കാണാൻ സാധിക്കും. ആൻഡ് ഡീകമ്പോസിഷനും അതുപോലെ ഹീറ്റ് ജനറേഷനും ഒക്കെ ചെയ്യുന്നത് ഈ പറയുന്ന ബാക്ടീരിയാസ് ആണ്. ബിഗിനിങ്ങിൽ നമ്മൾ കമ്പോസ്റ്റിംഗ് പ്രോസസ്സിൽ 0 to 40 ഡിഗ്രി സെൽഷ്യസ് കൊടുക്കുന്നുണ്ട്. മീസോഫിലിക് ബാക്ടീരിയ പ്രിഡോമിനേറ്റ് ചെയ്യുന്നുണ്ട് ആ ഒരു സ്പേസിൽ. ദെൻ അതിനുശേഷം എബവ് 40 ഡിഗ്രി സെൽഷ്യസിലേക്ക് എത്തിക്കുന്നു. അവിടെ തെർമോഫിലിക് ബാക്ടീരിയ ആണ് പിന്നീട് ടേക്ക് ഓവർ ചെയ്യുന്നത്. ഡോമിനൻ്റ് ആയിട്ട് നമ്മൾ കാണുന്ന ജീനസ് ബാസിലസിൻ്റെതാണ്. പിന്നെ ഇവിടെ ബാസിലസ് ജീനസ് നമുക്ക് കാണാൻ സാധിക്കുന്നത് തെർമസ് ഡോമിനേറ്റ്സ് ആണ്. ഏതാണ്? തെർമസ് ഡോമിനേറ്റ്സ് ആണ്. എക്സാമ്പിൾ വരുന്നത് ബാസിലസ് ബ്രിവിസ്, ബാസിലസ് സബ്റ്റിലിസ് ഒക്കെയാണ്. എന്താണ് വെർമി കമ്പോസ്റ്റിംഗ്? വോമിനെ യൂസ് ചെയ്തിട്ടുള്ള കമ്പോസ്റ്റിംഗ് ആണ് വെർമി കമ്പോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മുടെ ഓർഗാനിക് മാറ്ററിനെ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ സോയിലിന് ന്യൂട്രീഷൻ തരുന്ന രീതിയിൽ മാറ്റിയെടുക്കാനായിട്ട് നമ്മൾ വോംസിനെയാണ് യൂസ് ചെയ്യുന്നത്. ഇതൊരു മീസോഫിലിക് പ്രോസസ്സാണ്. മോഡറേറ്റ് കൈൻഡ് ഓഫ് ടെമ്പറേച്ചർ ആണ് നമ്മളിവിടെ കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ 10 to 32 ഡിഗ്രി സെൽഷ്യസ് ആണ് കേട്ടോ നമ്മൾ വെർമി കമ്പോസ്റ്റിങ്ങിന് കൊടുക്കുന്ന ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു പ്രോസസ്സ് വെർമി കമ്പോസ്റ്റിംഗ് എന്ന് പറയുന്നത് കമ്പോസ്റ്റിങ്ങിനേക്കാളും കുറച്ചും കൂടെ ഫാസ്റ്ററാണ്. കാരണം ഇവിടെ എർത്ത് വോമും കൂടെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ എർത്ത് വോമിൻ്റെ ഗട്ടിൽ ഈ മെറ്റീരിയൽസ് ഒക്കെ പാസ് ചെയ്യുന്നു. അപ്പോൾ അവരുടെ വയറിലതെത്തുന്നു. അതിനുശേഷം അത് കാസ്റ്റിങ്ങിലൂടെ അവരുടെ എക്സ്ക്രീഷനിലൂടെ അത് റിലീസ് ചെയ്യപ്പെടുന്നു. അപ്പോൾ അത് ന്യൂട്രിയൻ റിച്ച് ആയിട്ട് മാറുന്നു. പല ഓർഗാനിക് വേസ്റ്റിനെയും നമ്മുടെ എർത്ത് വോം കൺസ്യൂം ചെയ്യുന്നുണ്ട്. അതിൻ്റെ വോളിയം 40 to 60% കുറയ്ക്കാനായിട്ട് ഈ കൺസപ്ഷൻ കഴിഞ്ഞിട്ടുള്ള എക്സ്ക്രീഷൻ വഴി ലഭിക്കുന്നുണ്ട്. എർത്ത് വോംസ് ഇൻവെർട്ടിബ്രേറ്റ്സ് ആണ്, അതായത് നട്ടലില്ലാത്ത ജീവികളാണ്. 2 ടൈപ്പ് വരുന്നുണ്ട്, ബറോയിങ്ങും നോൺ ബറോയിങ്ങും. അപ്പോൾ ബറോയിങ് ടൈപ്സിനകത്ത് വരുന്നതാണ് ഫെർട്ടിമ എലോങ്ങേറ്റ, അതുപോലെ ഫെർട്ടിമ ഏഷ്യാറ്റിക്ക എന്ന് പറയുന്നത്. അവർ ഡീപ്പായിട്ടാണ് സോയിലിൽ ഉണ്ടായിരിക്കുക. ഇനി നോൺ ബറോയിങ് ടൈപ്സിനകത്ത് സ്നിയ, ഫീറ്റിഡ, അതുപോലെ യൂർഡിലസ് യൂജീനിയെ എന്ന് പറഞ്ഞിട്ടുള്ള 2 സ്പീഷീസ് ആണ് വരുന്നത്. ഇവർ കുറച്ച് അപ്പർ ലെയറിലാണ്, മറ്റേത് കുറച്ചുകൂടി ഡീപ്പായിട്ടാണ് അല്ലേ. ഇനി നോൺ ബറോയിങ് എർത്ത് വോംസ് 10% സോയിലിനെയും ഈറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ 90% ഓർഗാനിക് വേസ്റ്റ് മെറ്റീരിയൽസിനെയാണ് അവർ കൺസ്യൂം ചെയ്യുന്നത്. ഇവർ ഓർഗാനിക് വേസ്റ്റിനെ വെർമി കമ്പോസ്റ്റ് ആക്കി മാറ്റുന്നുണ്ട്. ദെൻ ദാറ്റ് ഓഫ് ബറോയിങ് എർത്ത് വോംസ്. ഓക്കെ അല്ലേ. ഇനി ഇവർക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്ന ടെമ്പറേച്ചർ 0 to 40 ഡിഗ്രി സെൽഷ്യസ് ആണ്. ആൻഡ് റീജനറേഷൻ കപ്പാസിറ്റി എന്ന് പറയുന്നത് 25 to 30 ഡിഗ്രി സെൽഷ്യസിലാണ് അവർ കാണിക്കുന്നത്. ആൻഡ് 40 to 45% മോയ്സ്ചർ ലെവൽ പൈലിനകത്ത് ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ എർത്ത് വോം നമ്മുടെ സോയിലിൻ്റെ പുറത്തോട്ട് വരുന്നത് എപ്പോഴാണ്? ബറോയിങ് ടൈപ്സ് ആണെങ്കിൽ അവർ നൈറ്റ് മാത്രമാണ് പുറത്തോട്ട് വരുന്നത്. ഇവർ ഹോൾസ് ഉണ്ടാക്കുന്നുണ്ട് സോയിലിനകത്ത്. ഡെപ്ത് വരുന്നത് ഏകദേശം 3.5 meters ആണ്. അതുപോലെ 5.6 kg കാസ്റ്റ് അവർ
എക്സ്ക്രീഷൻ വഴി ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അവിടെ അവർ കൺസ്യൂം ചെയ്തെടുക്കുന്നത് 90% സോയിലും അതുപോലെ 10% ഓർഗാനിക് വേസ്റ്റും മാത്രമാണ്. എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് കമ്പോസ്റ്റിങ്ങിന് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഫാമിനകത്തുനിന്ന് കിട്ടുന്ന പ്രൊഡക്ട്സ്, വേസ്റ്റ് മെറ്റീരിയൽസ്, കാര്യങ്ങളൊക്കെ, വീഡ്സ്, കളകൾ വരും. അതുപോലെ സ്റ്റൂൾസ് യൂസാന്ന് പറയുന്നത് നമ്മുടെ സ്ട്രോ ഒക്കെ ഉണ്ടല്ലോ, വൈക്കോല്, അതിൻ്റെയൊക്കെ അവശിഷ്ടങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അത്, പിന്നെ ക്രോപ്പിൻ്റെ റെസിഡ്യൂസ്, പിന്നെ ഫോഡർ, നമ്മൾ കാലിത്തീറ്റ കൊടുക്കുന്നതിൻ്റെ ബാലൻസ് വരുന്നത്, ഹെഡ്ജ് ക്ലിപ്പിങ്, ചില പ്ലാന്റ്സ് ഒക്കെ നമ്മൾ കട്ട് ചെയ്ത് ഒതുക്കി നിർത്തത്തില്ലേ, അപ്പോൾ അതിൻ്റെ റെമിനൻസ്, അതൊക്കെയാണ് ഫാം റെഫ്യൂസസിനകത്ത് വരുന്നത്. പിന്നെ വരുന്നത് അനിമൽ ഡങ്ക്, കൗ ഡങ്ക്, ബഫല്ലോ ഡങ്ക്, പോൾട്രി ഡങ്ക് ഒക്കെ അതിനകത്ത് വരുന്നുണ്ട്. പിന്നെ വരുന്നത് ടൗൺ റിഫ്യൂസാണ്, സോയില്, അതുപോലെ സ്ട്രീറ്റിനകത്ത് നിന്ന് കിട്ടുന്ന ചില അവശിഷ്ടങ്ങൾ, അതുപോലെ മുനിസിപ്പലായിട്ട് കിട്ടുന്നത്. ഇതൊക്കെ നമുക്ക് കമ്പോസ്റ്റിങ്ങിന് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുണ്ടെങ്കിൽ അതൊക്കെ നമുക്കിവിടെ കമ്പോസ്റ്റിങ്ങിന് യൂസ് ചെയ്യാം. കമ്പോസ്റ്റ് നമുക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം? നമുക്ക് ഇൻഡോർ മെത്തേഡ് ഉണ്ട്, ബാംഗ്ലൂർ മെത്തേഡ് ഉണ്ട്, അതുപോലെ NADEP മെത്തേഡ് ഉണ്ട്, കോയമ്പത്തൂർ മെത്തേഡ് ഉണ്ട്. നമുക്ക് ഓരോന്ന് നോക്കാം. ഇൻഡോർ മെത്തേഡ് എന്ന് പറയുമ്പോൾ A. ഹവാർഡും YD വാർഡും ചേർന്നാണ് ഇൻഡോറിൽ വെച്ച് ഈ ഒരു മെത്തേഡ് ഡെവലപ്പ് ചെയ്യുന്നത്. ബാംഗ്ലൂർ മെത്തേഡ് LN ആചാര്യയാണ് ഡെവലപ്പ് ചെയ്യുന്നത്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിനകത്ത്, അവിടെ നിന്നാണ് ഈ ഒരു മെത്തേഡ് വരുന്നത്. പിന്നെ NADEP മെത്തേഡാണ്, അത് JN ഋഷി ആണ് ഡെവലപ്പ് ചെയ്തത്, അതും ഇൻഡോറിനകത്തുനിന്ന് തന്നെയാണ്. കോയമ്പത്തൂർ മെത്തേഡ് മാണിക്യമാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് 1967 അപ്പോൾ ഇൻഡോർ മെത്തേഡ് നമുക്ക് നോക്കാം. സൈസ് ഓഫ് പിറ്റ് നോക്കി, സൈസ് ഓഫ് പിറ്റ് എത്രയാണ് വരുന്നത്? ബ്രെഡ്ത്ത് 6 to 8 feet ആണ്, ഡെപ്ത് 2 to 3 feet ആണ്, ലെങ്ത് 10 feet or more ആണ് ആസ് പെർ റിക്വയർമെൻറ്റ് നമ്മൾ എടുക്കുന്നത്. ഇൻഡോർ മെറ്റീരിയൽസിൽ നമ്മൾ പ്ലാന്റ് റെസിഡ്യൂസ്, വീഡ്സ്, ഷുഗർ കെയിൻ ലീഫ്, ഗ്രാസ്, വുഡ് ആഷസ്, ബ്രാൻ, ഇതൊക്കെ നമ്മൾ റോ മെറ്റീരിയലായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. മെയിൻലി നമ്മുടെ അനിമൽ ഡങ്ക്, വുഡ് ആഷ്, വാട്ടർ, യൂറിൻ സോക്ട് മഡൊക്കെ നമുക്ക് ഇൻഡോർ മെത്തേഡിൽ യൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ എങ്ങനെയാണ് ഈ ഒരു കമ്പോസ്റ്റ് പിറ്റിനെ ഫില്ല് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം നമ്മൾ ഡ്രൈ വേസ്റ്റിന് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്, കാറ്റിൽ ഡങ്ങിനൊപ്പമാണ് നമ്മൾ സ്പ്രെഡ് ചെയ്യുന്നത്, പിന്നെ സോയിലും. അപ്പോൾ റേഷ്യോ നോക്കിക്കേ, 4:2:1 എന്നുള്ള റേഷ്യോയിലാണ് ഫിൽ ചെയ്യുന്നത്. 2 inch ലെയർ നമ്മൾ കമ്പോസ്റ്റിംഗ് പിറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു സ്പ്രെഡ് വെച്ചിട്ട്, ഡ്രൈ വേസ്റ്റും കാറ്റിൽ ഡങ്കും സോയിലും വെച്ചിട്ട്. അതിനുശേഷം നമ്മൾ വാട്ടർ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുന്നു. ദെൻ എഗെയിൻ നമ്മൾ ഒരു ഫുഡ് അബവ് ദ ഗ്രൗണ്ട് ലെവലിൽ പിറ്റ് ഫിൽ ചെയ്യാനായിട്ട് ഇതേ മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നു. 1 more ലെയർ ബെഡിങ് മെറ്റീരിയൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, അതിനകത്ത് വുഡ് ആഷ്, യൂറിനേറ്റഡ് മഡ്, അതൊക്കെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അടുത്തത് ടേണിംഗ് ആണ്. 3 പ്രാവശ്യമാണ് നമ്മൾ പ്രോപ്പർ എയറേഷന് വേണ്ടി നമ്മളിതിനെ ടേൺ ചെയ്ത് കൊടുക്കുന്നത്. ഫസ്റ്റ് ടേണിങ്, അതായത് നമ്മളൊന്ന് കിളച്ച് വയ്ക്കാന്ന് അറിയില്ല, അത് ചെയ്യുന്നത് 10 to 15 ഡേയ്സിലാണ് ആഫ്റ്റർ ഫില്ലിംഗ് ദ പിറ്റ്. പിന്നെ സെക്കൻഡ് ടേണിങ് വരുന്നത് 15 ദിവസത്തിന് ശേഷമാണ്. ഈ ഫസ്റ്റ് ടേണിങ് കഴിഞ്ഞ് 15 ദിവസം കഴിഞ്ഞ്, പിന്നീട് നമ്മൾ 2 months കഴിഞ്ഞിട്ടാണ് തേർഡ് ടേണിങ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ടൈം പീരീഡും ഓർത്ത് വയ്ക്കണേ. നെക്സ്റ്റ് വൺ ബാംഗ്ലൂർ മെത്തേഡാണ്. ലേബർ കോസ്റ്റ് സേവ് ചെയ്യാനായിട്ട് ബാംഗ്ലൂർ മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാം. കാരണം ഇവിടെ നമുക്ക് ടേണിങ്ങും അതുപോലെ സ്പ്രിംഗ്ലിംഗ് ഓഫ് വാട്ടറിൻ്റെ ഒന്നും പ്രത്യേകിച്ച് ആവശ്യം ഇല്ല. പിന്നെ ഇവിടെ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇതിൻ്റെ മെത്തേഡ് അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ്, കാര്യങ്ങൾ എന്നൊക്കെ. അപ്പം നമ്മൾ ആദ്യം മോയിസ്റ്റ് ഫാം റെഫ്യൂസിനെ നമ്മൾ ബോട്ടത്തിൽ നമ്മൾ 1 inch സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നു. ദെൻ നമ്മൾ 2 inch കാറ്റിൽ ഡങ്ക് സ്പ്രെഡ് ചെയ്യുന്നു, യൂറിനേറ്റഡ് മഡ് ആഡ് ചെയ്ത് കൊടുക്കുന്നു, ദെൻ 1 or 2 inch ലെയർ ഓഫ് സോയിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഇപ്പോൾ ഒരു ഹീപ്പിന് നമ്മൾ 1.5 to 2 feet above ദ ഗ്രൗണ്ട് ലെവലാണ് നമ്മൾ ആക്കുന്നത്. ഫൈനലി ഹീപ്പിനെ കവർ ചെയ്യാനായിട്ട് 1 inch തിക്ക് മഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതാണ് 1 inch തിക്കുള്ള മഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അടുത്തത് NADEP മെത്തേഡാണ്. ഈ മെത്തേഡ് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത് ഒരാളധികം കമ്പോസ്റ്റിങ്ങിന് നമുക്ക് മിനിമം യൂസേജ് ഓഫ് കാറ്റിൽ ഡങ്ക് യൂസ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ഈ മെത്തേഡിൽ ഡീകമ്പോസിഷൻ പ്രോസസ്സ് എയറോബിക് ആയിട്ടാണ് നടക്കുന്നത്. അടുത്തത് കോയമ്പത്തൂർ മെത്തേഡാണ്. ഇവിടെ കോയമ്പത്തൂർ മെത്തേഡിനകത്ത് കമ്പോസ്റ്റിംഗ് നമ്മൾ പിറ്റ് ഡിഫറെൻറ്റ് സൈസിലാണ് ചെയ്തെടുക്കുന്നത്. ഒരു ലെയർ ഓഫ് വേസ്റ്റ് മെറ്റീരിയൽ നമ്മൾ ആദ്യം പിറ്റിനകത്ത് ലേ ചെയ്യുന്നു. മോയിസ്റ്റൻ ചെയ്യാനായിട്ട് 5 to 10 kg കൗ ഡങ്ക് നമ്മൾ 2.5 to 5 liters ഓഫ് വാട്ടറിനകത്ത് ഡിസോൾവ് ചെയ്ത് അതിനെയാണ് നമ്മൾ മോയിസ്റ്റൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. അതേപോലെ 0.5 to 1 kilo ഫൈൻ ബോൺ മീലും നമ്മൾ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതും യൂണിഫോം ആയിട്ടാണ് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുന്നത്.
ഇതേപോലെ സിമിലർ ലെയേഴ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അൺടിൽ നമുക്കൊരു 0.75 മീറ്റേഴ്സ് എബോവ് ഗ്രൗണ്ട് ലെവലിൽ എത്തുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ രീതിയിൽ ലെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിനെ കവർ ചെയ്യാനായിട്ട് നമ്മൾ വെറ്റ് മഡ് ഉപയോഗിക്കുന്നുണ്ട്. മണ്ണ് യൂസ് ചെയ്ത്, വെറ്റായിട്ടുള്ള മഡ് യൂസ് ചെയ്ത് അതിനെ ഒന്ന് പ്ലാസ്റ്റർ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ കീപ്പ് ചെയ്യുന്നു. അവിടെ നമുക്ക് ഇങ്ങനെ ഈ വെറ്റ് മഡും കൂടി ഇട്ട് കഴിയുമ്പോൾ അത് നമ്മൾ അതിനെ അൺഡിസ്റ്റർബ്ഡ് ആയിട്ട്, അതായത് ഒരു തരത്തിലുള്ള ഇൻ്റർഫിയറൻസും വരാതെ, പുറത്തുനിന്നുള്ള ഒരു തരത്തിലുള്ള ഇൻട്രാക്ഷനും വരാതെ നമ്മൾ കീപ്പ് ചെയ്യാണ്. 8 to 10 വീക്സ് ആണ് നമ്മളത് കീപ്പ് ചെയ്യുന്നത്. ദെൻ പ്ലാസ്റ്റർ നമുക്ക് റിമൂവ് ചെയ്ത് മോയിസ്റ്റൻ ചെയ്യാം, എഗെയിൻ വാട്ടറൊക്കെ യൂസ് ചെയ്തിട്ട് അതേപോലെ ഒന്ന് മറിച്ച് കിളച്ചൊക്കെ ഇടാവുന്നതാണ്. അപ്പോൾ അതിനെ നമ്മൾ അങ്ങനെ ആടുന്ന സമയത്ത് അതിനൊരു റെക്റ്റാങ്കുലർ ഹീപ്പ് എന്നുള്ള രീതിയിൽ മാറ്റിയെടുക്കുന്നുണ്ട്. ഇതും എപ്പോഴാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അന്ന് വരെ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യാതെ കീപ്പ് ചെയ്യുന്നുണ്ട്. എന്താണ് വിൻഡ്രോ കമ്പോസ്റ്റിംഗ്? വിൻഡ്രോ കമ്പോസ്റ്റിങ്ങിൽ നമ്മൾ ലോങ് റോസ് പോലെയാണ് അറേഞ്ച് ചെയ്യുന്നത്. ഇവിടെ ഓർഗാനിക് മെറ്റീരിയൽ നമ്മൾ മുനിസിപ്പൽ വേസ്റ്റിനകത്തുള്ളതൊക്കെ നമ്മൾ കൺവേർട്ട് ചെയ്ത് സ്റ്റേബിൾ മാസാക്കി മാറ്റുന്നുണ്ട്. ഇവിടെ എയറോബിക് ഡീകമ്പോസിഷൻ ആണ് ചെയ്യുന്നത്. എയറോബിക് മൈക്രോ ഓർഗാനിസംസ് ആണ് ഓക്സിഡേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് കിട്ടുന്നത് കാർബൺ ഡൈ ഓക്സൈഡ്, അതുപോലെ നൈട്രജൻ്റെ ഓക്സൈഡുകൾ, കാർബൺ ഡൈ ഓക്സൈഡുകൾ, ഇതൊക്കെയാണ്. അപ്പോൾ കാർബൺ ആണ് നമ്മുടെ എനർജി സോഴ്സ് ആയിട്ട് വരുന്നത്. നൈട്രജൻ റീസൈക്കിൾ ചെയ്യപ്പെടുന്നുണ്ട്. എക്സോതെർമിക് റിയാക്ഷൻസ് നടക്കുന്നത് കൊണ്ട് തന്നെ അവിടെ ടെമ്പറേച്ചർ കൂടുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഓപ്പൺ വിൻഡോസ് ആയിട്ടാണ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. ഓപ്പൺ റോസ് പോലെയാണ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ ലാൻഡിനകത്ത് പൊതുവെ നമ്മൾ ഒരു ഓപ്പൺ സ്പേസ് ഒക്കെ എടുത്തിട്ട് അതിനകത്ത് 20ഓളം വിൻഡോസ് റോസ് പോലെ അറേഞ്ച് ചെയ്തിട്ടാണ് കാണാൻ സാധിക്കുക. ഓരോ വിൻഡോസും 3 മീറ്റേഴ്സ് ലോങ്ങും 2 മീറ്റർ വൈഡും അതുപോലെ 1.5 മീറ്റർ ഹൈയുമായിരിക്കും. വോളിയം, ടോട്ടൽ വോളിയം എന്ന് പറയുന്നത് 9 ക്യൂബിക് മീറ്ററിനേക്കാളും കൂടാതെ ആയിരിക്കും ഉണ്ടായിരിക്കുക. അതിൽ കൂടുതൽ ആകത്തില്ല. ഇനി വിൻഡ്രോ എന്ന് പറയുമ്പോൾ അതേപോലെ ടേൺ ചെയ്ത് വിടുന്നത് എത്രയാണ്, 6th and 11th ഡേയിലാണ് എയറേഷൻ പ്രൊവൈഡ് ചെയ്യാനായിട്ടാണ്. 16th ഡേയിൽ നമ്മുടെ വിൻഡ്രോ ബ്രേക്ക് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, മാനുവലി ഓപ്പറേറ്റ് ചെയ്തിട്ടുള്ള റോട്ടറി സ്ക്രീൻസിലൂടെ അതിനെ കടത്തി വിടുന്നുണ്ട്. അബൌട്ട് 25 mm സ്ക്വയർ മെഷിലൂടെയാണ് നമ്മൾ കടത്തി വിടുന്നത്. അപ്പോൾ ഓവർ സൈസ് ആയിട്ടുള്ള എന്തെങ്കിലും മെറ്റീരിയൽസ് ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാനായിട്ട് ഈ ഒരു സ്ക്രീനിങ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സ്ക്രീൻ ചെയ്യപ്പെട്ട കമ്പോസ്റ്റിനെ പിന്നീട് നമ്മൾ 30 ദിവസത്തോളം ഹീപ്പിനകത്ത് തന്നെ സ്റ്റോർ ചെയ്യുന്നു. അപ്പോൾ അവിടെ ഹീപ്പ് ഉണ്ടാക്കുന്നത് 2 മീറ്റർ വൈഡും അതുപോലെ 1.5 മീറ്റർ ഹൈറ്റിലുമാണ്. ഇനി ഇതിൻ്റെ ഒരു ലെങ്ത് എന്ന് പറയുന്നത് 20 മീറ്റേഴ്സ് ലെങ്ത് ആണ് വരുന്നത്. കേരള വാട്ടർ അതോറിറ്റി നിന്ന് കേരള PSC എക്സാമായ സാനിറ്ററി കെമിസ്റ്റിന്റെ ഫൈനൽ പ്രിപ്പറേഷൻ നിങ്ങളുടെ മാറ്റുകൂട്ടുന്നതിനായിട്ട് നമ്മൾ മോക്ക് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുകയാണ്. ഒന്നല്ല 2 മോക്ക് ടെസ്റ്റ് ആണ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു മോക്ക് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ സിലബസിൽ എന്തൊക്കെയാണുള്ളത്, കെമിസ്ട്രി ഉണ്ട്, മൈക്രോബയോളജി ഉണ്ട്, അതുപോലെ ബയോ കെമിസ്ട്രി ഉണ്ട് അല്ലേ. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിനെ അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും നമ്മുടെ MCQs ഉണ്ടായിരിക്കുക. മാത്രമല്ല വെയിറ്റേജ് എങ്ങനെയാണോ വരുന്നത്, എത്ര മാർക്കിനാണോ ആ ഒരു പോർഷൻ ഉള്ളത് അതനുസരിച്ച് ഡിവൈഡ് ചെയ്തിരിക്കുന്ന ഒരു മോക്ക് ടെസ്റ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ആൻസേഴ്സിന്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് എക്സ്പ്ലനേഷൻസും ഉണ്ടായിരിക്കും. ഇതൊരു കംപ്ലീറ്റ് എക്സാം എക്സ്പീരിയൻസ് ആയിരിക്കും. കേരള PSCയുടെ മോഡൽ ക്വസ്റ്റ്യൻസ് വെച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, അതേ ഒരു പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നത്. അപ്പോൾ 2 മോക്ക് ടെസ്റ്റ് ആണ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. ഓരോ മോക്ക് ടെസ്റ്റും, ആദ്യത്തെ മോക്ക് ടെസ്റ്റ് നമ്മുടെ സിലബസിന്റെ അത്യാവശ്യം നിങ്ങൾ കവർ ചെയ്ത് റിവിഷൻസ് ഒക്കെ ചെയ്ത് അറ്റൻഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എന്തൊക്കെയാണ് തെറ്റ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കി അറ്റൻഡ് ചെയ്ത് അതിനുശേഷം നമ്മുടെ തെറ്റുകൾ തിരുത്തി അടുത്ത മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അതിലൂടെ നമ്മുടെ എക്സാമിന് മുന്നേ നിങ്ങൾക്ക് ഒരു എക്സാം എക്സ്പീരിയൻസ് ചെയ്യാം. ഒന്നല്ല 2 എക്സാംസ് എക്സ്പീരിയൻസ് ചെയ്യാം. ആദ്യത്തെ എക്സാമിൽ നിങ്ങളുടെ പോരായ്മകൾ തിരുത്തി, തെറ്റുകൾ തിരുത്തി പഠിച്ച് അടുത്തൊരു ടെസ്റ്റും കൂടെ അറ്റൻഡ് ചെയ്യുക. അപ്പോൾ ഒരു കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങളുടെ എക്സാമിന് പോകാനായിട്ട് മോക്ക് ടെസ്റ്റുകളെ ഉപകാരപ്പെടുത്തി എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഈ മോക്ക് ടെസ്റ്റിനെ പറ്റിയിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് തന്നിരിക്കുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സാനിറ്ററി കെമിസ്റ്റിനായിട്ടുള്ള ഒരു ക്രാഷ് കോഴ്സ് നമ്മൾ ലോഞ്ച് ചെയ്ത വിവരം നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഏറ്റവും പുതിയ ബാച്ച്, ക്രാഷ് കോഴ്സ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് 26-ാം തീയതിയാണ്. അപ്പോൾ ഈ ഒരു ഗ്രൂപ്പിൽ എൻറോൾ ചെയ്യാനായിട്ട് താല്പര്യമുള്ളവർക്ക് നിങ്ങൾക്ക് ഈ ഒരു നമ്പറിലോട്ട് വാട്സപ്പ് ചെയ്യാവുന്നതാണ്. എഫിഷ്യൻ്റ് ട്യൂട്ടേഴ്സ് ഉണ്ടായിരിക്കും. സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും. നമുക്കറിയാം 50ഓളം ടോപ്പിക്സ് ആണ് നമുക്കുള്ളത്. അപ്പോൾ 50ഓളം ക്ലാസ്സുകൾ നിങ്ങൾക്ക് അതിനു വേണ്ടിയിട്ടായിരിക്കും. പല ടോപ്പിക്സ് ആണ് നമുക്കുള്ളത്. മൈക്രോബയോളജി, ബയോ കെമിസ്ട്രി, കെമിസ്ട്രി എന്നിങ്ങനെ 3ഓളം ടോപ്പിക്സ് ഉണ്ട്. അതിൽ പല ഡിഫറെൻറ്റ്
മൊഡ്യൂൾസും നമുക്ക് വരുന്നുണ്ട്. 10ഓളം മൊഡ്യൂൾസ് ഒക്കെ അടങ്ങുന്ന ഒരു എക്സാം സിലബസ് ആണ് നമുക്ക് സാനിറ്ററി കെമിസ്റ്റിനായിട്ടുള്ളത്. അപ്പോൾ ഓരോ ടോപ്പിക് ബേസ്ഡ് ആയിട്ട് 50ഓളം ടോപ്പിക് ബേസ്ഡ് ആയിട്ടുള്ള ക്വിസുകൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും, റിവിഷൻ ടെസ്റ്റുകൾ ഉണ്ടായിരിക്കും, MCQ PDF-കൾ ഉണ്ടായിരിക്കും, അതുപോലെ സ്റ്റഡി ആൻഡ് മെന്റർ സപ്പോർട്ട് ഉണ്ടായിരിക്കും. എന്നാണോ നമ്മുടെ എക്സാം അന്ന് വരെ നിങ്ങൾക്ക് ആ ഒരു മെന്റർ സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. സ്റ്റഡി പ്ലാൻ റിമൈൻഡേഴ്സ് ഉണ്ടായിരിക്കും, ഡൗട്ട് ക്ലിയറൻസ് ഉണ്ടായിരിക്കും. നിങ്ങളുടെ സെൽഫ് അനാലിസിസിനായിട്ട് നമ്മൾ റിവിഷൻ ടെസ്റ്റുകൾ കൂടെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഈച്ച് മൊഡ്യൂൾ വൈസ് റിവിഷൻ ടെസ്റ്റ് ആണ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. അതുപോലെ ടോപ്പിക് ബേസ്ഡ് ക്വിസുകളും. അപ്പോൾ 10 മൊഡ്യൂൾസ് ആണ്, അതുകൊണ്ട് തന്നെ 10 റിവിഷൻ ടെസ്റ്റുകളാണ് കണ്ടക്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. സ്റ്റഡി സപ്പോർട്ട് എന്ന് പറയുന്നത് നിങ്ങളുടെ എക്സാം ഡേറ്റ് വരെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് തന്നിരിക്കുന്ന നമ്പറിലോട്ട് വാട്സാപ്പ് ചെയ്യാവുന്നതാണ്. 9992645996 എന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്ത് കാര്യങ്ങൾ ചോദിച്ചറിയാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യം ഡിലേ ആവാതെ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ കോഴ്സ് സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഒപ്പം തന്നെ ഗ്രൂപ്പിനോടൊപ്പം തന്നെ പഠിച്ചു പോകാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി എപ്പോൾ ജോയിൻ ചെയ്താലും നിങ്ങൾക്ക് ആ നോട്ട്സ് അവിടെ അവൈലബിൾ ആണ്, ക്ലാസ്സസ് അവിടെ അവൈലബിൾ ആണ്, റെക്കോർഡഡ് സെക്ഷൻസ് ആണ്, എഗെയിൻ വാച്ച് ചെയ്യാം. ക്വിസുകളാണെങ്കിലും റിവിഷൻ ടെസ്റ്റുകളായാലും നിങ്ങൾക്ക് എഗെയിൻ അറ്റൻഡ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു അവസരം മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി MCQ PDF വേണ്ടവർക്ക് അത് വായിച്ച് പഠിക്കാനായിട്ട് PDF നോട്ട്സ് ഒക്കെ നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആണ്. നോട്ട്സ് പ്രിന്റബിൾ ആണ്, ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണുള്ളത്. അപ്പോൾ കൂടുതൽ ഡൗട്ട്സ് നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ചോദിക്കാം കേട്ടോ. സാനിറ്ററി കെമിസ്റ്റിന്റെ ക്രാഷ് കോഴ്സ് വളരെ സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റിവിഷൻ ടെസ്റ്റുകളും ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മുടെ ഈ ഒരു ബാച്ച് പോകുന്നത്. സ്റ്റുഡൻറ് റിവ്യൂസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. അപ്പോൾ എൻറോൾ ചെയ്യാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് എൻറോൾ ചെയ്യാനായിട്ടും അതുപോലെ പഠിച്ചു തുടങ്ങാനായിട്ടും ശ്രദ്ധിക്കുക. അപ്പോൾ കേരള വാട്ടർ അതോറിറ്റി നടത്തുന്ന കേരള PSC എക്സാമായ മൈക്രോബയോളജിസ്റ്റ് അഥവാ ബാക്ടീരിയോളജിസ്റ്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ പ്രിപ്പറേഷനെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതിനായിട്ട് നമ്മളൊരു കോഴ്സ് ലോഞ്ച് ചെയ്യുകയാണ്. 28-നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. ഇവിടെ നിങ്ങൾക്ക് സ്റ്റഡി സപ്പോർട്ട് ഉണ്ടായിരിക്കും, അതായത് നമ്മുടെ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും, MCQ ഡിസ്കഷൻ ഉണ്ടായിരിക്കും. നമ്മുടെ സിലബസ് ബേസ്ഡ് ടോപ്പിക്കിൽ അനുസരിച്ചായിരിക്കും നമ്മുടെ ക്വിസും കാര്യങ്ങളൊക്കെ പോകുന്നത്. അതുപോലെ സിലബസ് ഓറിയന്റഡ് നോട്ട്സ് ഉണ്ടായിരിക്കും, സ്റ്റഡി പ്ലാൻ റിമൈൻഡേഴ്സ് ഉണ്ടായിരിക്കും. ഏതാണ് ഇന്നത്തെ ദിവസം പഠിക്കേണ്ടതെന്ന് കൃത്യമായിട്ട് നിങ്ങളുടെ അടുത്ത് പറഞ്ഞ് നിങ്ങളെ പഠിപ്പിക്കുന്നതായിരിക്കും. റിവിഷൻസും റിവിഷൻ ടെസ്റ്റുകളും ഉണ്ടായിരിക്കും. കൂടെ നമുക്ക് റിവൈസ് ചെയ്ത് റിവിഷൻ ടെസ്റ്റിലൂടെ നമ്മുടെ പ്രിപ്പറേഷനെ സെൽഫ് അനലൈസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ മെന്റർഷിപ്പ്. ഈ ഒരു പ്രിപ്പറേഷൻ പീരീഡിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ അല്ലെങ്കിൽ കൺഫ്യൂഷൻസോ ഉണ്ടെങ്കിൽ അതിപ്പോൾ പഠനത്തിന്റെ കാര്യത്തിലായിക്കോട്ടെ, അതുപോലെ നിങ്ങളുടെ മെന്റലായിട്ട് നിങ്ങളെ ഈ പ്രിപ്പറേഷൻ എങ്ങനെ കൊണ്ടുപോകണം, എക്സാമിന്റെ പ്രിപ്പറേഷൻ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള കാര്യത്തിലാണെങ്കിലും നമ്മൾ ഹെൽപ്പ് ചെയ്യാനായിട്ടുണ്ടാവും. അപ്പോൾ കോഴ്സിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ നമ്പറിൽ വാട്സപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ കേരള വാട്ടർ അതോറിറ്റി നടത്തുന്ന കേരള PSC എക്സാമായ മൈക്രോബയോളജിസ്റ്റ് എക്സാമിന്റെ ക്രാഷ് കോഴ്സിലെ നമ്മുടെ സ്റ്റുഡൻസിന്റെ റിവ്യൂസും ഫീഡ്ബാക്സും ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇനി ആർക്കെങ്കിലും പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പഠിച്ചു തുടങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. കോഴ്സിന്റെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നമ്മുടെ നമ്പറിൽ വാട്സപ്പ് ചെയ്യാം. 9992645996 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. വേറൊരു നമ്പർ നമുക്കില്ല. അപ്പോൾ ഈ ഒരു നമ്പറിൽ വാട്സപ്പ് ചെയ്ത് കോഴ്സിന്റെ ഡീറ്റെയിൽസ് അന്വേഷിക്കാനായിട്ടും നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാനായിട്ടും ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ താഴെ നമ്മുടെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് എന്താണെങ്കിലും കമന്റ് ചെയ്യുക. കാരണം നിങ്ങളുടെ റിവ്യൂസ് അനുസരിച്ച് കൂടുതൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണമോ അത് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം നിങ്ങളുടെ ഫീഡ്ബാക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എന്താണെങ്കിലും താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്തൊരു ക്ലാസ്സിൽ കാണാം. അതുവരെ നിങ്ങൾ എല്ലാവരും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ പ്രിപ്പറേഷൻ. താങ്ക് യു.